എല്ലാവർക്കും നമസ്കാരം. കുൽഗാവ് ബദ്ലാപൂർ മലയാളി സമാജത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളുടെ ഏപ്രിൽ മാസത്തിലെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം നമുക്കൊരു അപ്ഡേറ്റ് ഇടാൻ പറ്റിയില്ല, അതിൽ ക്ഷമിക്കുക. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ്. പരമാവധി എല്ലാ മാസവും ഇടാൻ തന്നെ ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസം കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ദയവേത് എല്ലാവരും അവസാനം വരെ കേൾക്കുക. ആദ്യം തന്നെ നമ്മളുടെ ഒരു വീഡിയോ നമ്മൾ തുടങ്ങുമ്പം ആദ്യം തന്നെ അനുശോചനം അർപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങാറ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നമ്മുടെ പെഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ മരിച്ചുപോയ വിനോദസഞ്ചാരികളായ 28 പേരെ ഓർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിൽ സമാജം അതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് സമാജത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. ഇപ്പോഴും നമ്മൾ ആ ഒരു സംഭവത്തെ, ആ ഒരു കാട്ടുനീതിയെ നമ്മൾ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിക്കുന്നു. നമുക്ക് നമ്മുടെ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുക്കാം. ഈ ഒരു കൃത്യം നടത്തിയ തീവ്രവാദികളെ മുന്നിൽ കൊണ്ടുവരുവാനും അതുപോലെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും, അതോടൊപ്പം തന്നെ നമ്മെ വിട്ട് പിരിഞ്ഞ നമ്മുടെ സമാജം അംഗങ്ങളുടെ ബന്ധുക്കളുടെ കാര്യമൊന്ന് സൂചിപ്പിച്ചു പോവാം. നമ്മുടെ സമാജം അംഗം രാജ്കുമാറിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ അമ്മ അംബിക നായർ, അതുപോലെ സമാജം അംഗം MB നായരുടെ ഭാര്യ രാധ നായർ, സമാജം അംഗമായ ബാബു ജോർജ് ചേട്ടൻ്റെ അമ്മ തങ്കമ്മ ജോർജ്, ബാബു ചേട്ടൻ്റെ ഭാര്യ LC ചേച്ചിയുടെ അമ്മ മോനി വർഗീസ്. ഇവർ രണ്ടുപേരും, അതായത് ബാബു ചേട്ടൻ്റെ ഭാര്യയുടെയും രണ്ടുപേരുടെയും അമ്മമാരും മരിച്ചത് വെറും 2 ആഴ്ചയുടെ വ്യത്യാസത്തിലായിരുന്നു. അതുപോലെ മരിച്ച ചില പ്രധാനപ്പെട്ട പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ: ഫ്രാൻസിസ് മാർപ്പാപ്പ, അതുപോലെ മുൻ ISRO ചെയർമാൻ കസ്തൂരി രംഗൻ, പിന്നെ പ്രശസ്ത മലയാളം സിനിമാ സംവിധായകൻ ഷാജി N കരുൺ. ഇത്രയും പേരാണ് ഈ ഒരു 2 മാസ കാലയളവിൽ നമ്മളെ വിട്ടുപോയത്. അവരെ അനുസ്മരിക്കുന്നു, അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇനി മറ്റുള്ള അജണ്ടയിലേക്ക് കടക്കാം. മറ്റു കാര്യങ്ങൾ പറയുന്നതിൽ ആദ്യം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളാണ്, 2 മാസത്തെ പ്രവർത്തനങ്ങളാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ സമാജം ഇമ്പാക്റ്റ് എന്നുള്ള ഒരു സെഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് സമാജത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിലോ അല്ലെ ഏതെങ്കിലും വ്യവസ്ഥയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ സമാജത്തിനെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സമാജം ഇമ്പാക്റ്റ് എന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 3 കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്രാവശ്യം. അതിൽ ഒന്നാമത്തേത് നമ്മുടെ മലയാളി അധ്യാപകൻ, ജയിലിലായിരുന്ന മലയാളി അധ്യാപകൻ്റെ കാര്യം തന്നെയാണ്. നമ്മളുടെ ഇടപെടൽ കാരണം സോഷ്യൽ ആക്ഷൻസ്, നമ്മുടെ കുൽഗാവ് ബദ്ലാപൂർ മലയാളി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സോഷ്യൽ ആക്ഷൻ ഫോഴ്സിലുള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി നമുക്ക് ആ അധ്യാപകനെ ജയിലിൽ നിന്ന് ഇറക്കാൻ സാധിച്ചു. നമ്മളുടെ ഒപ്പം തന്നെ നവീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബദ്ലാപൂർ റണ്ണേഴ്സ് ആൻഡ് ഫിറ്റ്നസ് ക്ലബിൻ്റെ ആൾക്കാരും അതിന് സഹായിച്ചു. പക്ഷേ നേതൃത്വം കൊടുത്തത് നമ്മുടെ സമാജമാണ്. നമ്മുടെ നേതൃത്വത്തിലാണ് നമ്മൾ വക്കീലിനെ അറേഞ്ച് ചെയ്തത്. വക്കീലിൻ്റെ കൊടുക്കേണ്ട ഫണ്ടും നമ്മൾ കളക്ട് ചെയ്തു. അതുപോലെ നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ തന്നെയാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ ജാമ്യം നിന്നതുമെല്ലാം. അങ്ങനെ ഒരു വഴിയാധാരമായി പോകുമായിരുന്ന ഒരു കുടുംബത്തിന് ആശ്വാസമാകാൻ നമ്മുടെ സമാജം മുഖാന്തരം സാധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നൊരു കാര്യം, നമ്മൾ സമാജത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. ഒരു മലയാളിയുടെ ഫ്ലാറ്റ് അന്യാധീനപ്പെട്ട് കിടന്നിട്ട് 2.5 വർഷമായി. അതിന് ഉടമസ്ഥരില്ല, അതിൻ്റെ ഉടമസ്ഥരെ കണ്ടുപിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ആ മെസ്സേജ് ഇട്ടിരുന്നത്. പക്ഷെ അതിൻ്റെ പുറകിൽ വേറൊരു സ്റ്റോറിയും കൂടി ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം നാട്ടിലൊരു വിസ തട്ടിപ്പ് കേസിൽ പ്രതിയാണ് എന്നുള്ള കാര്യം നമുക്കറിയായിരുന്നു. അപ്പോൾ ആലപ്പുഴയിലുള്ള ഒരു പോലീസുകാരൻ നമ്മളുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ടുപിടിച്ച് ഇദ്ദേഹം മരിച്ചുപോയി. 2.5 വർഷം മുന്നേ മരിച്ചുപോയി. നമ്മുടെ സമാജം തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും നേടിയെടുത്ത് ആ കേസ് ക്ലോസ് ചെയ്യാന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു.
പോരാതെ ഈ ഒരു ഫ്ലാറ്റ് അതിന് അർഹതപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മെസ്സേജ് അങ്ങനെ സർക്കുലേറ്റ് ആവുകയും 1-2 ചാനലിൽ ഓൺലൈൻ മീഡിയയിലൊക്കെ വരികയും അങ്ങനെ ഏതാണ്ട് കാസർഗോഡ് മുതൽ അവിടെ പത്തനംതിട്ട, കൊല്ലം വരെയുള്ള ജില്ലകളിൽ നിന്നും ഈ വ്യക്തി കാരണം പണം നഷ്ടപ്പെട്ട കുറേ ചെറുപ്പക്കാർ നമ്മളെ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോഴാണ് ഇയാൾ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്, ആ പോലീസുകാരനടക്കം. അപ്പോൾ പോലീസുകാരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അറിവിൽ ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരിൽ ചിലർ വേറെ സ്ഥലങ്ങളിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് മൊത്തം ക്ലബ് ചെയ്ത് ഒരു സിംഗിൾ കേസായിട്ട് പോലീസ് കൺസിഡർ ചെയ്തിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഇതൊരു കോടികളുടെയെങ്കിലും തട്ടിപ്പ്, വിസ തട്ടിപ്പ്, ജോലി തട്ടിപ്പ് ആയി കണക്കെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മുഖാന്തരം ഈ ചെറുപ്പക്കാർ നമ്മളോട് ബന്ധപ്പെടുകയും എൻ്റെ നമ്പറാണ് അതിൽ കൊടുത്തിരുന്നത്. അപ്പം ഞാൻ ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്തു. അവരെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ അവരോട് റെക്കമെൻഡ് ചെയ്തൊരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും കേസ് കൊടുക്കൂ. കാരണം ഇയാൾ മരിച്ചുപോയെങ്കിൽ ഇയാളുടെ കൂട്ടാളിയായ ഒരു വ്യക്തി, പാലക്കാടുകാരൻ, ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ട്. അദ്ദേഹവും ഇയാളും കൂടിയാണ് എല്ലാവരെയും പറ്റിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു വലിയ കേസായി പോലീസ് പരിഗണിക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോറിറ്റിയിൽ തന്നെ അന്വേഷിച്ച് നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരിപ്പോൾ. അങ്ങനെ അവരെല്ലാവരും കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ട് ആ FIR ക്ലബ് ചെയ്ത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് അപേക്ഷ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അതൊരു ജോയിന്റ് കേസായി അവർ അന്വേഷിക്കുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരിപ്പോൾ അതിനുള്ള ഒരു അസോസിയേഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വിജയകുമാറും ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു ആളും കൂടി പറ്റിച്ച ആൾക്കാരുടെ ഒരു കൂട്ടായ്മ തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതിന് കാരണം നമ്മുടെ സമാജം ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ സമാജ ഇമ്പാക്റ്റിൽ പറയാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ ഒരു മലയാളി ചേച്ചിയെ, പൊദ്ദാറിൽ താമസിക്കുന്ന ശോഭ സുരേഷ് കുമാർ, ചേച്ചിയെയും കുടുംബത്തെയും ഒരു ബിൽഡർ 8 ലക്ഷം രൂപ വാങ്ങി ഫ്ലാറ്റ് കൊടുക്കാതെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ഇതുവരെ ഏകദേശം 9 വർഷമായി ഫ്ലാറ്റും ഇല്ല, പൈസയും തിരിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അവരെ ഓൾമോസ്റ്റ് നമ്മൾ ട്രേസ് ചെയ്ത് ഒരു ലൊക്കാലിറ്റിയിൽ അദ്ദേഹം ഉണ്ട്, പക്ഷെ അദ്ദേഹത്തെ നമുക്ക് ഇതുവരെ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതും സമാജത്തിന് മുഖാന്തരം നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തെ പോയി പ്രഷറൈസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ചേച്ചിക്ക് കാശ് വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാവണം. കാരണം ഇവരുടെ സാമ്പത്തിക അവസ്ഥ അത്ര നന്നല്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി സഹായിക്കാൻ നമ്മളെല്ലാവരും കൂടെ ശ്രമിക്കണം. ഇനി മറ്റ് പ്രവർത്തനങ്ങൾ നമ്മൾ 2 മാസം കൊണ്ട് നടത്തിയ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ മലയാളം മിഷൻ ഈസ്റ്റിലെ പഠന കേന്ദ്രത്തിൻ്റെ കമ്മിറ്റി നിലവിൽ വന്നു. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് മലയാളം മിഷൻ മുംബൈ ചാപ്റ്ററിൻ്റെ കൺവീനർ ശ്രീ ജീവൻ മാഷ് സമാജം സന്ദർശിക്കുകയും നമ്മുടെ രക്ഷിതാക്കളെയും അതുപോലെ ടീച്ചേഴ്സിനെയും സമാജം ഭാരവാഹികളെയും ഒക്കെ കണ്ട് ഒരു യോഗത്തിൽ സംബന്ധിച്ച് സംസാരിക്കുകയും ആ യോഗത്തിൽ വെച്ച് പഠനകേന്ദ്ര കമ്മിറ്റി രൂപീകരിക്കുകയാണ് ഉണ്ടായത്. പഠനകേന്ദ്ര കമ്മിറ്റിയിലുള്ളവർ ടീച്ചേഴ്സായി ശ്രീലേഖ മേനനും ജാസ്മിൻ നായരുമാണ്. അതുപോലെ സമാജം ഭാരവാഹികൾ സുരേഷ്, പ്രേമൻ, ഇന്ദിര, ഗംഗാധരൻ എന്നിവരും, അതുപോലെ പേരൻസിൽ നിന്നും കാഞ്ചന, അനീഷ്, ദിവാകരൻ, സോഫി, കവിത, മഞ്ജുഷ എന്നിവരുമാണ് ഈ പഠനകേന്ദ്ര കമ്മിറ്റിയിൽ ഉള്ളത്. വേറൊരു കാര്യം, മലയാളം മിഷന്റെ തന്നെ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു അധ്യാപക സംഗമം ചെമ്പൂരിൽ വെച്ച് നടത്തിയിരുന്നു. അതിൽ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയും പങ്കെടുത്തിരുന്നു. അതിൽ ബദ്ലാപൂരിൽ നിന്നും ഞാനും മലയാള അധ്യാപകനാണ്. അതുപോലെ മായ ടീച്ചറും ജാസ്മിൻ നായർ ടീച്ചറും പങ്കെടുത്തു. അതാണ് വേറൊരു കാര്യം. പിന്നെ KKS കേരളീയ കേന്ദ്ര സംഘടന വാശി കേരള ഹൗസിൽ വെച്ച് നടത്തിയ
മലയാളി സമാജങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്നുള്ള വിഷയത്തിൽ നമ്മുടെ സമാജത്തിൽ നിന്നും പിന്നെ നമ്മുടെ സെക്രട്ടറി സുരേഷ്, അഡ്വൈസർ ശ്രീകുമാർ, പിന്നെ പ്രസിഡന്റായ ഞാൻ പങ്കെടുത്തു. അതിൽ നമ്മുടെ സെക്രട്ടറി സാർ സംസാരിച്ചു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ റിപ്പബ്ലിക് ഡേ ഈ ചടങ്ങിൽ വെച്ച് തന്നെ മലയാളം മിഷന്റെ വനിതാ ദിന ചടങ്ങിൽ വെച്ച് തന്നെ നമ്മുടെ സമാജത്തിൽ നിന്നും റിപ്പബ്ലിക് ഡേക്ക് പരിപാടി അവതരിപ്പിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് തരികയുണ്ടായി. അത് പിന്നീട് ഇവിടെ വെച്ച് സമാജത്തിൽ നമ്മുടെ പഠന കേന്ദ്രത്തിൽ വെച്ച് വെസ്റ്റിലെ കുട്ടികൾക്ക് അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഖത്ര ഫാമിലി ഗെറ്റ് ടുഗദർ കുടുംബസംഗമം ഈ ഞായറാഴ്ച കഴിഞ്ഞു. വളരെ നല്ല ഒരു കുടുംബസംഗമമായിരുന്നു. എല്ലാവരും പങ്കെടുത്തു. ഇപ്പം പാട്ടൊക്കെ പാടി, ചില നല്ല കളികളൊക്കെ കളിച്ചു. എല്ലാവരും എൻജോയ് ചെയ്ത ഒരു കുടുംബസംഗമമായിരുന്നു. അതിനുശേഷം അവർ തന്ന ഫീഡ്ബാക്കിൽ നിന്നും അതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഗസ്റ്റായി വാമൻ മാത്രയുടെ മകൻ വരുൺ മാത്രേ പരിപാടിയിൽ സംസാരിച്ചു. ഏകദേശം ഒരു 10-60 പേര് ഈ ഒരു കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. 22-25 ഫാമിലികളിൽ നിന്നായി നല്ലൊരു കുടുംബസംഗമമായിരുന്നു ഖത്ര ഫാമിലിയുടെ കുടുംബസംഗമം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മാട്രിമോണി ഡാറ്റാബേസ് നമ്മൾ ഇതിനിടയിൽ ഉദ്ഘാടനം ചെയ്തു. മാട്രിമോണി കേസസ് കൈകാര്യം ചെയ്യുന്ന പ്രശസ്ത വക്കീൽ നമ്മുടെ ബദ്ലാപൂർകാരനായ സ്വപ്നിൽ വർമ്മ സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം ആ ഉദ്ഘാടന ചടങ്ങിനോടൊപ്പം തന്നെ നമ്മൾ മാട്രിമോണിയൽ ഇഷ്യൂസ് ആൻഡ് സൊല്യൂഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ ഒരു സെമിനാറും നടത്തി. ആ സെമിനാറിൽ സംബന്ധിച്ച് സ്വപ്നിൽ സാർ സംസാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ സ്ത്രീ സമത്വ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റായ നീതു നായറും, അതുപോലെ ആദിവാസി മേഖലകളിലുള്ള പെൺകുട്ടികൾക്കടക്കം വേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മുടെ മലയാളം മിഷൻ അധ്യാപികയും കൂടിയായ ജാസ്മിൻ നായറും, പോരാതെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് പ്രേമപിള്ള സാറും ആ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിച്ചു. ഇപ്പോൾ ആ മാട്രിമോണി ഡാറ്റാബേസ് ഒരു സൗജന്യ പ്ലാറ്റ്ഫോം, അതായത് പ്രവാസി മലയാളികൾക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി പറ്റുന്ന ആലോചനകൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഡാറ്റാബേസായി അത് മാറിയിരിക്കുകയാണ്. അതൊരു സൗജന്യ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ വളരെ നല്ല അപ്രിസിയേഷനാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. മുംബൈയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും, മുംബൈക്ക് പുറത്ത് ഗുജറാത്ത്, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നടക്കം ഇപ്പോൾ ആൾക്കാർ നമ്മുടെ ഡാറ്റാബേസിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും കല്യാണാലോചന നടക്കുന്നുണ്ടെങ്കിൽ ഈ ഡാറ്റാബേസിൽ രജിസ്റ്റർ ചെയ്യാം. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 മാസത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അങ്ങോട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ കുടുംബസംഗമം ഇനി 2 ഏരിയകളിൽ കൂടി ബാക്കിയുണ്ട്. ഒന്ന് ഷിർഗാവ് ഏരിയ, പിന്നെ പുൽഗാവ്, കർവായ് ഏരിയകൾ. അപ്പോൾ ഈ കുടുംബസംഗമങ്ങൾ നമ്മളിപ്പോൾ തൽക്കാലം ആൾക്കാർ നാട്ടിലേക്ക് പോകുന്ന ഒരു സീസൺ ആയതുകൊണ്ട് ജൂൺ മാസത്തിൽ വെക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു തീരുമാനം, നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിലും സംസാരിച്ചതായിരുന്നു, പക്ഷെ ആ കാര്യത്തിൽ നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചില്ല. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സമാജത്തിൻ്റെ വെൽഫെയർ ഫണ്ടിലേക്കും സബ്സ്ക്രിപ്ഷനായിട്ടും നമ്മുടെ അംഗങ്ങൾ തരാനുള്ള ഡ്യൂസ് കുറേ പെൻഡിങ് ആണ്. അപ്പം അത് പരമാവധി ഈ ഒരു മെയ് മാസം കൊണ്ട് പിരിച്ചെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണം, പരമാവധി ഡ്യൂസൊക്കെ ക്ലിയർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ തീരുമാനങ്ങളിലുള്ളത്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത മാസത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.